ഹലോ, ഇതാണ് ലണ്ടനിലെ ഹൈഗേറ്റ് ഗാർഡൻ. ഇവിടം ചില പ്രത്യേകതകളുണ്ട്. അതെ, ചരിത്രപ്രസിദ്ധമായും നൂറ്റാണ്ടുകൾ പഴക്കവുമുള്ള ഒരു സെമിത്തേരി ഇവിടെ നിലകൊള്ളുന്നുണ്ട്. പ്രസിദ്ധനായ കാൾ മാർക്സ് അദ്ദേഹത്തിൻ്റെ സെമിത്തേരി കല്ലറ നിലകൊള്ളുന്നത് ലണ്ടനിലെ ഹൈഗേറ്റ് ഗാർഡനിലാണ്. ഇന്നത്തെ കാഴ്ചയിൽ അദ്ദേഹത്തിൻ്റെ ചരിത്ര പ്രാധാന്യമുള്ള കല്ലറയും അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത്. 1818 റഷ്യയിലാണ് കാൾ മാർക്സ് ജനിച്ചത്. അദ്ദേഹം പഠന പൂർത്തീകരണത്തിന് ശേഷം പത്രപ്രവർത്തനങ്ങൾ ആരംഭിച്ചു. അതുപോലെ ഒരുപാട് എഴുതുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ 2 കൃതികളാണ് ദാസ് ക്യാപിറ്റലും കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയും. ഫ്രെഡറിക് എംഗൽസുമായി എഴുതിയതാണ് അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ. ഇന്നും അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ ലോകമെമ്പാടും ചർച്ച ചെയ്യപ്പെടുന്നതും വ്യാഖ്യാനിക്കപ്പെടുന്നതുമായ കാര്യങ്ങളാണ്. ക്ലാസ് സ്ട്രഗിൾ പോലെയുള്ള ആശയങ്ങൾ, തൊഴിലാളികളുടെ പ്രാധാന്യമൊക്കെ ലോകത്തിന് തുറന്നു കാട്ടിയത് കാൾ മാർക്സ് ആണ്. അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ കാരണം അദ്ദേഹത്തിന് ജനിച്ച നാട്ടിൽ നിന്ന് പോലും നാട് കടത്തപ്പെടേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഭരണകൂടങ്ങൾക്ക് എപ്പോഴും അദ്ദേഹം ഒരു എതിരാളിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ ഭയന്ന ഭരണകൂടം അദ്ദേഹത്തെ നിരന്തരം നാട് കടത്തി. ആദ്യം അദ്ദേഹം ഫ്രാൻസിൽ പോയി, പിന്നെ പാരീസിൽ പോയി, പിന്നെയാണ് അദ്ദേഹം അവസാന കാലഘട്ടത്തിൽ ലണ്ടനിൽ എത്തപ്പെട്ടത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഗല്ലറയും അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കല്ലറയിലേക്ക് പോകാനുള്ള വഴിയോര കാഴ്ചകളാണിതെല്ലാം. 1800 വരെ ലണ്ടനിലെ ചർച്ചിൻ്റെ കോർട്ട്യാർഡാണ് സെമിത്തേരി ആയിട്ട് ഉപയോഗിച്ചിരുന്നത്. എന്നാൽ 1820 ഒരു രോഗം, മഹാവ്യാധി പടർന്നു പിടിച്ചപ്പോൾ മരണസംഖ്യ ഉയർന്നു. അപ്പോൾ ഇവർക്ക് ഇതുപോലെയുള്ള ചർച്ചിൻ്റെ കോർട്ട്യാർഡൊക്കെ സ്ഥലം തികയാതെ വന്നു. അന്ന് മുതലാണ് ലണ്ടനിൽ ഇങ്ങനെ പൊതുവായ സ്ഥലങ്ങളിൽ അടക്കം ചെയ്യാൻ തുടങ്ങിയത്. ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. അതിൻ്റെ എൻട്രൻസിലേക്കുള്ള കാഴ്ചകളാണ് നമ്മളിപ്പോൾ കാണുന്നത്. അകത്ത് കയറണമെങ്കിൽ നമ്മൾ ടിക്കറ്റ് എടുക്കണം. കാരണം അവർക്കത് നിലനിർത്താനും അതുപോലെ അത് പരിപാലിക്കാനുമുള്ള റവന്യൂ അവർ ഇതിൽ നിന്നാണ് കണ്ടെത്തുന്നത്. കാൾ മാർക്സിൻ്റെ രൂപകൽപ്പന ചെയ്ത പ്രതിമയുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ശവകുടീരം. ഈ കല്ലറയിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളൊക്കെ ഇവിടെ തന്നെയാണ് അടക്കം ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ കാണാൻ വരുന്ന സന്ദർശകർ കൊണ്ടുവെക്കുന്ന ഉപഹാരങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത്. അദ്ദേഹം ജനിച്ച വർഷവും മരിച്ച വർഷവും അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേരും മക്കളുടെ പേരൊക്കെ ആ കല്ലറയിൽ ഒത്തിവെച്ചിട്ടുണ്ട്. രോഗം പിടിപെട്ടും പട്ടിണി കിടന്നും ദുരിതം അനുഭവിച്ചുവെങ്കിലും അദ്ദേഹത്തിൻ്റെ സൈദ്ധാന്തിക ചിന്തകൾക്ക് യാതൊരു മാറ്റവും ഉണ്ടായില്ല. അദ്ദേഹം ആശയങ്ങൾ രൂപപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ ഇന്നും ലോക ജനതയ്ക്ക് വളരെയധികം പ്രചോദനം ഉൾക്കൊള്ളുന്നവയാണ്. കാൾ മാർക്സിൻ്റെ കല്ലറയുടെ അടുത്തായിട്ട് തന്നെ ഇറാഖി കമ്മ്യൂണിസ്റ്റ് ലീഡറായ സാദി അലിയുടെയും അതുപോലെ സൗത്ത് ആഫ്രിക്കൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ലീഡേഴ്സിൻ്റെയും കോമ്രേഡുകളുടെയൊക്കെ കല്ലറകൾ നമുക്ക് കാണാൻ കഴിയും. ഡഗ്ലാസ് ആദംസ് എന്ന എഴുത്തുകാരൻ്റെ കല്ലറയാണിത്. അദ്ദേഹത്തിൻ്റെ ആരാധകർ കൊണ്ടുവച്ച സമ്മാനങ്ങൾ നമുക്കവിടെ കാണാൻ കഴിയും. ഓരോ കല്ലറക്കും അതിൻ്റേതായ ചരിത്രങ്ങളും സവിശേഷതകളും നിറഞ്ഞു നിൽക്കുന്നുണ്ട്. പല രൂപത്തിലുള്ള പ്രതിമകൾ, ബൈബിളിലെ ഓരോ കഥാപാത്രങ്ങൾ, ചില ദേവതകൾ, അതുപോലെ യേശുവിൻ്റെ പ്രതിരൂപം, അതുപോലെ പല രൂപാകൃതിയിലുള്ള കുരിശുകളും പല വലിപ്പങ്ങളിലുള്ള പ്രതിമകളും സ്തൂപങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഇവിടെ കൂടുതലായും കാണാൻ കഴിഞ്ഞത് റൈറ്റേഴ്സിൻ്റെയും തിങ്കേഴ്സിൻ്റെയും ആക്ടിവിസ്റ്റിൻ്റെയും അതുപോലെ കോമ്രേഡുകളുടെയൊക്കെ കല്ലറകളാണ്. ഈ സെമിത്തേരിയുടെ ഒരു പ്രത്യേകത,
ഇവിടെ അടക്കം ചെയ്യപ്പെട്ട ആളുകൾ ലണ്ടനിലെ ആളുകൾ മാത്രമല്ല, പുറം രാജ്യങ്ങളിൽ നിന്നുള്ള മഹാനായ പല ആളുകളും ഇവിടെ അടക്കം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഓരോ കല്ലറകളിലും അവരുടെ രാജ്യങ്ങളിലെ അവരുടെ ലിപികളൊക്കെ കൊത്തിവെച്ചത് നമുക്ക് കാണാൻ കഴിയും. അനേകം ജനങ്ങളെ അടക്കം ചെയ്ത ഈ കല്ലറ ഇത്രയും പ്രസിദ്ധിയാർജിച്ചത് കാൾ മാർക്സിൻ്റെ കല്ലറ ഇവിടെ ആയതുകൊണ്ട് മാത്രമാണ്. അതെ, എത്ര തന്നെ നടന്നാലും കഴിയില്ല ഈ കല്ലറയുടെ ഓരോ കാഴ്ചകളും. ഓരോ കല്ലറക്കും അതിൻ്റേതായ കഥകൾ പറയാനുണ്ട്.